ഈ ഫോൺ കാരണം എന്തെല്ലാം കേസുകളാണ് ഒരു ദിവസം വരുന്നത്. ആരാ? സുധാകര. ആ സുധാരമ്പാ. സുധാര, തൻ്റെ ഭാര്യനെ താൻ വീട്ടിൽ കയറ്റുന്നില്ലെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. സുധാരൻ എന്താ പറയാനുള്ളത്? എനിക്ക് വേറൊന്നും പറയാനില്ല സാറേ. അവരെ ഞാൻ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. ഇവിടെ അവർ തൻ്റെ സ്വന്തം ഭാര്യയല്ലോ. ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ സാറേ? ഇവൻ ഈ പോലീസുകാരെ നന്നാവാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നത് സാറേ. സാറുമാര് ഞാൻ എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് അവരെ വേണ്ട സാറേ. ഇവൻ എൻ്റെ കൈ മേടിക്കും. സുധാകര, അവര് നിന്റെ ഭാര്യയിൽ നീ എന്തിനിങ്ങനെ സംശയിക്കണത്? സംശയം ഒരു കുറ്റാണോ സാറേ? സാഹചര്യങ്ങളല്ല സംശയം ഉണ്ടാക്കുന്നത്. എടാ, കള്ളും കുടിച്ച് സാഹചര്യങ്ങൾ ഉണ്ടാക്കണത് നീയല്ലടാ. നിന്നൊന്നും ഇവിടെയല്ല, ഡി അഡിക്ഷൻ സെന്ററിലാ കൊണ്ടുവരുന്നത്. എന്നാലേ നിന്റെ കുടുംബം രക്ഷപ്പെടുള്ളൂ. സാറേ, ജനിച്ചിട്ട് ഇന്നവരെ ഞാൻ മദ്യം കുടിച്ചിട്ടില്ല. വീട്ടിൽ കള്ളുത്തുണ്ടായിട്ട് പോലും ഒരു തുള്ളി കള്ളു കൂടി ഞാൻ ഇന്നവരെ കുടിച്ചിട്ടില്ല സാറേ. എന്നിട്ട് നിന്നെ കുറിച്ച് ഇങ്ങനൊന്നും അല്ലല്ലോ ഞങ്ങൾ കേട്ടത്. നീ മുഴുക്കുടിയനാണെന്നും നീ ഒരു സംശയരോഗിയാണെന്നുമാണല്ലോ അവര് പറഞ്ഞത്. എൻ്റെ ഭാര്യയെ സംശയിക്കാതിരുന്നതാ എൻ്റെ കുഴപ്പം. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് അവരെ വീട്ടിൽ കയറ്റത്? സുധാകര, സത്യമായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ നീ എൻ്റെ തനിക്കോണോ അറിയും. അല്ല സാറേ, ഭാര്യ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാ സാറേ? എന്താണ്? ആ സാറേ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൈ പിടിച്ചേറ്റാൻ എന്നെ കൊണ്ടൊന്നാവില്ലേ സാറേ? ഞാൻ അത്ര വലിയ മഹാമനസ്കരൊന്നുമല്ല. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആളുടെ കൂടെ പോയിട്ട് ആദ്യം പ്രതിയെ നീ കളിയുടെ കാര്യമാണ് പറഞ്ഞത്. അവള് ഹണിയല്ല സാറേ, കെണിയാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ അവളെ നേരിട്ട് വിളിച്ചു വയ്ക്കാം. ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. അവളെന്നെ വിളിച്ച സർ